നമസ്കാരം. സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് വാർത്തയാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബർ അഡ്മിനിസ്ട്രേഷൻ കമ്പൈൻഡ് മെട്രിക് ലെവൽ എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആകെ 1535 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി വന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റുകളിൽ ഒന്നായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും IT യോഗ്യതയുള്ളവർക്കും വിവിധ ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്കും അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വലിയ നിയമനമാണിത്. ഇന്നത്തെ വീഡിയോയിൽ ഈ റിക്രൂട്ട്മെന്റ് എന്താണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തെല്ലാം പോസ്റ്റുകളാണുള്ളത്, ശമ്പളം എത്രയാണ്, പ്രായപരിധി എത്രയാണ്, പരീക്ഷ എങ്ങനെയായിരിക്കും, എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അവസാന തീയതി തുടങ്ങിയ വിശദവിവരങ്ങൾ കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ആദ്യം റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഈ നിയമനം നടക്കുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബർ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടേറിയറ്റ് ആണ്. ഔദ്യോഗിക വിജ്ഞാപന നമ്പർ വരുന്നത് 01/ML/2026 ആണ്. ആകെ 1535 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ എണ്ണം അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനപ്രകാരം വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാം. കൂടാതെ വിവിധ ഭാഗങ്ങൾക്ക് റിസർവേഷൻ നൽകിയിട്ടുണ്ട്. 194 വ്യത്യസ്ത പോസ്റ്റ് കോഡുകളിലായി നിയമനം നടക്കുന്നു. ഇനി ഒഴിവുകളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിലായി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, പിയൂൺ, ചൌക്കീദാർ, കെയർടേക്കർ, വാർഡ് അറ്റൻഡർ, സെക്യൂരിറ്റി ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഗാർഡ്, ഡ്രൈവർ, ഡ്രാഫ്റ്റ്മാൻ, എഞ്ചിൻ ഡിങ്കി ഓപ്പറേറ്റർ, ടെക്നിക്കൽ സ്റ്റാഫ്, സപ്പോർട്ട് സ്റ്റാഫ് തുടങ്ങിയ നിരവധി തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ചില പോസ്റ്റുകൾ പൂർണ്ണമായും 10ാം ക്ലാസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ്. ചില പോസ്റ്റുകൾക്ക് IT ആവശ്യമാണ്. ചില ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് ഡിപ്ലോമയും ആവശ്യമായി വരും. അതിനാൽ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിരവധി യോഗ്യതയുള്ളവർക്ക് അവസരം ലഭിക്കുന്നതായാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന ആകർഷണം. ഇനി വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം. പേ ലെവൽ 1 പോസ്റ്റുകൾക്ക് സാധാരണയായി 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത. പേ ലെവൽ 2 മുതൽ ലെവൽ 4 വരെ വരുന്ന പല തസ്തികകൾക്കും ബന്ധപ്പെട്ട ട്രേഡിൽ ITA സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ആവശ്യമായേക്കാം. പേ ലെവൽ 5 ഭാഗത്തിലെ ചില പോസ്റ്റുകൾക്ക് പ്രത്യേക ഡിപ്ലോമയോ ഡിഗ്രിയോ ആവശ്യമായേക്കാം. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഓരോ പോസ്റ്റിന്റെയും യോഗ്യത പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇനി ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ റിക്രൂട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള ശമ്പളമാണ് ലഭിക്കുക. പേ ലെവൽ 1 പോസ്റ്റുകളിൽ അടിസ്ഥാന ശമ്പളം ഏകദേശം 18,000 രൂപ മുതൽ ആരംഭിക്കുന്നു. അതിനൊപ്പം ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ലീവ് ബെനിഫിറ്റ്സ്, പെൻഷൻ സ്കീം തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കും. കേന്ദ്ര സർക്കാർ ജോലിയായതിനാൽ ദീർഘകാല കരിയർ സുരക്ഷയും സ്ഥാനക്കയറ്റ സാധ്യതകളും ലഭിക്കും. ഇനി അപേക്ഷ തീയതികളെ കുറിച്ച് നോക്കാം. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 2026 ജൂൺ 8ാം തീയതിയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് 2026 ജൂൺ 28 ആണ്. അവസാന ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇനി അപേക്ഷ ഫീസ് പരിശോധിക്കാം. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സ്ത്രീകൾക്കും ST വിഭാഗത്തിനും എക്സ് സർവീസ്മാൻ വിഭാഗത്തിനും അപേക്ഷ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് വഴി മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ഇനി തിരഞ്ഞെടുപ്പ് നടപടിക്രമം നോക്കാം. ആദ്യഘട്ടം ടാബ്ലറ്റ് ബേസ്ഡ് ടെസ്റ്റ് അഥവാ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ പരീക്ഷയാണ്. തുടർന്ന് ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായേക്കാം. ചില പോസ്റ്റുകൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായേക്കാം. ഡ്രൈവർ പോലുള്ള പോസ്റ്റുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായേക്കാം. ഫോറസ്റ്റ് ഗാർഡ് പോലുള്ള പോസ്റ്റുകൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായേക്കാം. തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി അന്തിമ നിയമനം നടക്കും. ഇനി ഈ റിക്രൂട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ പോസ്റ്റ് തിരിച്ചുള്ള ഒഴിവുകൾ, പരീക്ഷാ സിലബസ്, പരീക്ഷാ മാതൃക, സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്ക് എന്നിവ വിശദമായി പരിശോധിക്കാം. ഈ റിക്രൂട്ട്മെന്റിൽ 194 പോസ്റ്റ് കോഡുകളിലായി വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനാൽ ഓരോ പോസ്റ്റിനും പ്രത്യേക ഒഴിവുകളുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, പിയൂൺ, ചൌക്കീദാർ, ഫോറസ്റ്റ് ഗാർഡ്, ഡ്രൈവർ, വാർഡ് അറ്റൻഡർ, കെയർടേക്കർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, ഡ്രാഫ്റ്റ്മാൻ, ജൂനിയർ അസിസ്റ്റന്റ്, എഞ്ചിൻ ഡിങ്കി ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി തസ്തികകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവസരമുള്ള പോസ്റ്റുകൾ MTS, പിയൂൺ, ചൌക്കീദാർ, വാർഡ് അറ്റൻഡന്റ്, ഫോറസ്റ്റ് ഗാർഡ് തുടങ്ങിയവയാണ്. IT യോഗ്യതയുള്ളവർക്ക് ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഫിറ്റർ, പ്ലംബർ, കാർപ്പന്റർ തുടങ്ങിയ ടെക്നിക്കൽ തസ്തികകളിലും അവസരങ്ങളുണ്ട്. ഇനി പരീക്ഷയുടെ മാതൃക പരിശോധിക്കാം.
മുൻ വർഷങ്ങളിലെ സമാന പരീക്ഷകൾ വിലയിരുത്തുമ്പോൾ പരീക്ഷയിൽ പ്രധാനമായി 4 വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യത. ഒന്നാമത്തേത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. രണ്ടാമത്തേത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അഥവാ ഗണിതമാണ്. മൂന്നാമത്തേത് ജനറൽ അവയർനെസ്. നാലാമത്തേത് ഇംഗ്ലീഷ് ഭാഷ. റീസണിംഗ് ഭാഗത്തിൽ അനലോഗി, ക്ലാസിഫിക്കേഷൻ, സെറീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സീൻസ്, റാങ്കിംഗ് ടെസ്റ്റ്, നമ്പർ പാറ്റേൺ, മിറർ ഇമേജ്, എംബഡഡ് ഫിഗർ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഗണിത ഭാഗത്തിൽ പെർസെന്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ്, സിംപ്ലിഫിക്കേഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമാണ്. ജനറൽ അവയർനെസ് ഭാഗത്തിൽ ഇന്ത്യൻ ചരിത്രം, ഭരണഘടന, ഭൂമിശാസ്ത്രം, ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, പ്രധാന ദിനങ്ങൾ, പുരസ്കാരങ്ങൾ, കായികം, ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ പ്രത്യേകതകൾ എന്നിവയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഗ്രാമർ, സിനോണിംസ്, ആന്റോണിംസ്, ഓൺവേർഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറഡിക്റ്റേഷൻ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമാണ്. ഇനി സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നോക്കാം. 1535 ഒഴിവുകൾ ഉള്ളതിനാൽ മത്സരം ഉണ്ടാകുമെങ്കിലും കട്ട് ഓഫ് അത്യധികം ഉയരാൻ സാധ്യത കുറവാണ്. ജനറൽ വിഭാഗത്തിന് 65 മുതൽ 75% വരെ മാർക്ക് നേടാൻ ശ്രമിക്കണം. OBC വിഭാഗത്തിന് 60 മുതൽ 70% വരെ മാർക്ക് ലക്ഷ്യമിടാം. SC/ST വിഭാഗത്തിൽ 50 മുതൽ 65% വരെ മാർക്ക് ലഭിച്ചാൽ മികച്ച സാധ്യതയുണ്ടാകും. എന്നാൽ ഇത് മുൻ റിക്രൂട്ട്മെന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഏകദേശം വിലയിരുത്തൽ മാത്രമാണ്. യഥാർത്ഥ കട്ട് ഓഫ് അപേക്ഷകരുടെ എണ്ണം, പരീക്ഷയുടെ ബുദ്ധിമുട്ട്, ഒഴിവുകളുടെ എണ്ണം എന്നിവയെ ആശ്രയിച്ചായിരിക്കും. സുഹൃത്തുക്കളെ, 1535 ഒഴിവുകൾ എന്നത് വളരെ വലിയ അവസരമാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാർ ജോലി നേടാനുള്ള അപൂർവ അവസരമാണിത്. അതിനാൽ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിക്കുക, യോഗ്യത ഉറപ്പാക്കുക, ജൂൺ 8 മുതൽ അപേക്ഷ സമർപ്പിക്കുക. ഇന്ന് തന്നെ പരീക്ഷാ തയ്യാറെടുപ്പ് ആരംഭിക്കുക. ഈ രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.